സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റ എഴുതിയ നോവൽ തടങ്കൽപ്പാളയം തുടരുന്നു. ഭാഗം 11. നിന്റെ ഭാര്യയുടെ കാമുകനായിരുന്നു സെബാൻ. നീ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മിക്കവാറും നിന്റെ ഭാര്യ അവന് ദൂർത്തടിക്കാൻ കൊടുത്തു. ശരിയാണ്. പണം മാത്രമല്ല, അവളുടെ ശരീരവും മനസ്സും ആ വീടും പുരയിടവും എല്ലാം അവൾ സെബാന് പണയപ്പെടുത്തി. വിവരങ്ങൾ ഗൾഫിൽ വെച്ച് തന്നെ അറിഞ്ഞ നീ തിരിച്ചു വന്ന് അവളെയും അവനെയും വകവരുത്താൻ തീരുമാനിച്ചു. വളരെ ശരിയാണ്. എനിക്ക് ശ്വാസം വിടാൻ വയ്യ. നീ ആ കത്തി അല്പം അയച്ചു പിടിക്ക്. നാട്ടിൽ തിരിച്ചെത്തിയ നിനക്ക് മനസ്സിലായി ആ വീടും പുരയിടവും നഷ്ടപ്പെട്ടെന്ന്. അതുമാത്രമല്ല, ഭാര്യയോട് പിണങ്ങി വിവാഹമോചനത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് മുളങ്കരയിൽ നിന്ന് പോയ നീ ആദ്യം സെബാനെ വകവരുത്താനുള്ള പദ്ധതികൾ ആലോചിച്ചു. അതിനുവേണ്ടി വാടക ഗുണ്ടകളെ സംഘടിപ്പിച്ചു. അവരെ കൊണ്ട് ആദ്യം സെബാനെ കൊല്ലിച്ചു. വൈകാതെ റോസ്മേരിയുടെയും കഥ കഴിച്ചു. നിനക്ക് തെറ്റിപ്പോയി വിൻസെൻ്റ്. നീ ഈ പറഞ്ഞതൊഴികെ ബാക്കിയെല്ലാം ശരിയാണ്. വിൻസെൻറ്റിൻ്റെ കത്തിമുന നെഞ്ചിലൂടെ താഴേക്ക് വരഞ്ഞ് ഇടത്തെ മുലക്കണ്ണിന് താഴെ 2 ഇഞ്ച് വലത്തേക്ക് മാറി വാരിയലുകൾക്കിടയിലേക്ക് തിരികെ കയറി. അതാണ് ശരിയായ സ്ഥാനം, മൈക്കിൾ പറഞ്ഞു. അവിടെയാണെങ്കിൽ ഒറ്റ കുത്തുമതി. കൊല്ലുന്നെങ്കിൽ ഈ നിമിഷം നീ എന്നെ കൊന്നേക്കുക. ഒരൊറ്റ കുത്ത്. എനിക്ക് ജീവിച്ചിരിക്കണമെന്ന് കലശലായ ആഗ്രഹമൊന്നുമില്ല. ഞാൻ നല്ലപോലെ ജീവിച്ചവനാ. വിൻസെൻ്റ് കൂർത്ത നോട്ടം കൊണ്ട് അയാളുടെ കണ്ണുകളിലൂടെ മനസ്സിലേക്ക് തുളഞ്ഞിറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. ദേവസിക്കുട്ടിയുടെ മുഖത്ത് കണ്ടതുപോലെ പ്രാണഭയമൊന്നും മൈക്കിളിൻ്റെ മുഖത്ത് കണ്ടില്ല. നീ പറഞ്ഞത് ചിലതൊക്കെ ശരിയാ വിൻസെൻ്റ്. ഗൾഫിൽ പോയി കിടന്ന് നല്ലപോലെ അധ്വാനിച്ചാ ഞാനിതെല്ലാം ഉണ്ടാക്കിയത്. സുന്ദരിയായ ഒരു പെണ്ണിനെ കെട്ടി. മുളങ്കരയിൽ അവളുടെ പേരിൽ സ്ഥലം വാങ്ങി വീട് വെച്ചു. അവൾക്ക് സെബാനുമായുള്ള കമ്പനി ആദ്യമൊന്നും ഞാൻ അറിഞ്ഞതേയില്ല. ഞാൻ അയച്ചു കൊടുത്ത പണം മുഴുവൻ സെബാൻ കൊണ്ടുപോവുകയാണെന്നും അവന് വേണ്ടി മുളങ്കരയിലെ വീടും പുരയിടവും പണയപ്പെടുത്തിയെന്നും ഒക്കെ അറിഞ്ഞപ്പോഴേക്കും അല്പം വൈകി. ആദ്യം സെബാനെ കൊല്ലണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിനുവേണ്ടി ഒരു റിവോൾവർ വരെ ഞാൻ സംഘടിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ തോന്നി സെബാനെയല്ല അവളെയാ തട്ടേണ്ടതെന്ന്. റോസ്മേരിയെ കൊന്നത് നീയല്ലേ? അല്ലെങ്കിൽ കൊല്ലിച്ചത്? അത്രയെങ്കിലും നിനക്ക് സമ്മതിക്കാമല്ലോ. വിൻസെൻ്റ് ഇടയ്ക്ക് കയറി. ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെയൊക്കെ കരുതിയാണ് നാട്ടിലെത്തിയത്. റോസ്മേരിയെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അവളോടുള്ള ദേഷ്യം പോയി. അവൾ എൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞു കണ്ണീര് കൊണ്ട് എൻ്റെ പാദം കഴുകി. ഒരൊറ്റ അപേക്ഷയെ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അവളെ ജീവനോടെ വിടണം. വിവാഹമോചനത്തിന് തയ്യാർ. സെബാൻ്റെ കയ്യിൽ പെട്ടുപോയ സകല സ്വത്തും അവൾ വീണ്ടെടുത്ത് തരും. സെബാൻ്റെ കൂടിയേ ഇനി അവൾക്ക് ജീവിതമുള്ളൂ. സെബാൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ് അവൾ. എല്ലാം ഇട്ടെറിഞ്ഞ് പോയിക്കൊള്ളാം. അവൻ്റെ കൂടെ ജീവിക്കാൻ അനുവദിച്ചാൽ മതി. കത്തിയുടെ പിടിയിൽ നിന്നും താനെ വിൻസെൻറ്റിൻ്റെ വിരലുകൾ അയഞ്ഞു. എൻ്റെ കയ്യിൽ അന്നേരം തോക്കിരിപ്പുണ്ട്, മൈക്കിൾ തുടർന്നു. തൂക്കിയിട്ടിരുന്ന വലത് കൈ അവളുടെ തലയ്ക്ക് നേരെയുമാണ്. ഒന്ന് കാഞ്ചി വലിച്ചാൽ മതി. അവളുടെ തലച്ചോറ് അവിടെ ചിതറും. പക്ഷേ ഞാൻ അവളോട് ക്ഷമിച്ചു കളഞ്ഞു. ഒരൊറ്റ വ്യവസ്ഥ: സ്വത്തും പണവും തിരിച്ചു കിട്ടണം. ഫാമിലി കോർട്ടിൽ ഞാൻ കൊടുക്കുന്ന ജോയിൻ്റ് ഡൈവോഴ്സ് സ്യൂട്ടിൽ കണ്ണുമടച്ച് ഒപ്പിടണം. രണ്ടും അവൾ സമ്മതിച്ചു. വിൻസെൻ്റ് കത്തി അയാളുടെ നെഞ്ചിൽ നിന്നും മാറ്റി. എനിക്ക് വിഷമമൊന്നുമില്ലായിരുന്നെന്ന് വിൻസെൻ്റ് വിചാരിക്കരുത്. ഏതാണ്ട് 10 കൊല്ലത്തെ എൻ്റെ കഠിനാധ്വാനത്തിന് പിന്നിലെ പ്രേരണ റോസ്മേരി ആയിരുന്നു. വലിയ പ്രതീക്ഷയും കണക്കുകൂട്ടലും ഒക്കെയായിരുന്നു എനിക്ക്. ഒരു കണ്ണാടി മാളിക പണിയുന്ന പോലെ സൂക്ഷിച്ചാണ് ഞാൻ ജീവിതം കരിപ്പിടിപ്പിച്ചുകൊണ്ട് വന്നത്. അത് തകർന്ന് താറുമാറായി കാൽച്ചുവട്ടിൽ കിടക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നാണ്ടിരിക്കുമോ? എന്നിട്ട് ഞാൻ ക്ഷമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെബാൻ ചത്തെന്ന് കേട്ടത്. സത്യം പറഞ്ഞാൽ സന്തോഷമാണ് തോന്നിയത്. 10 കൊല്ലത്തെ എൻ്റെ സമ്പാദ്യത്തിൽ പാതിയും നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി. എന്നാലും സന്തോഷിച്ചു പോയി. പോയത് പോട്ടെ, അവന് ശിക്ഷ കിട്ടിയല്ലോ. എൻ്റെ കയ്യിൽ ചോര പറ്റിക്കാതെ ദൈവം തന്നെ നേരിട്ട് കൊടുത്തല്ലോ. അവൻ്റെ മരണം അവൾക്കും ശിക്ഷയാണല്ലോ. ആജീവനാന്തം അവൾ ആ ശിക്ഷയെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയുമല്ലോ. അധികം വൈകാതെ റോസ്മേരി കൊല്ലപ്പെട്ട വാർത്തയെ ഞാൻ അറിഞ്ഞു. കൊല്ലപ്പെട്ടെന്നോ? റോസ്മേരി ആത്മഹത്യ ചെയ്തതല്ലേ? അതെന്തോ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്തായാലും അവൾ പോയി. വിൻസെൻ്റ് എഴുന്നേറ്റ് പോയി TV ഓഫ് ചെയ്തു. മുറിയിൽ നിശബ്ദത വ്യാപിച്ചു. അവൻ കസേരയിൽ വന്നിരുന്നു. ഇപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിയാലോന്നുണ്ട്. പക്ഷേ ഒരു ഉത്സാഹമില്ല. ക്ലബിൽ പോകും, റമ്മി കളിക്കും, വെള്ളമടിക്കും, വന്ന് കിടന്നുറങ്ങും. പണം ആവശ്യത്തിന് മിച്ചമുണ്ട്. അങ്ങനെ ഒരു ജീവിതം. വിൻസെൻ്റ് ഒന്നും മിണ്ടിയില്ല. സത്യം പറഞ്ഞാൽ വിൻസെൻ്റ്, ഞാൻ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് സെബാനെ കൊന്നത് നീ തന്നെയാണെന്നാ. പോരെങ്കിൽ അന്ന് രാത്രി നീ വീട്ടിലില്ലായിരുന്നല്ലോ.
എവിടെയായിരുന്നെന്ന് തെളിയിക്കാനും പറ്റിയില്ല. ചുമ്മാ ഒരുത്തനെ വധശിക്ഷയ്ക്ക് വിധിക്കുമോ? നീ എന്തിനാ അങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചെന്ന് എത്രയാലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടിയില്ല. ഒന്നാമത് നിനക്ക് സെബാൻ തരാനുണ്ടായിരുന്ന 8 ലക്ഷം പോയി. 8 ലക്ഷം അല്ലയോ പത്രത്തിൽ നിന്ന് വായിച്ച ഒരു ഓർമ്മയാ? അതെ, 8 ലക്ഷം തന്നെ. രൂപ പോയത് മാത്രമോ? ജീവിതവും പോയില്ലേ? സെബാൻ ചാകേണ്ടവനായിരുന്നെന്നുള്ളത് ശരി തന്നെ. ചെയ്തത് നല്ല കാര്യം. പക്ഷേ അത് നിന്റെ കൈകൊണ്ട് വേണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിപ്പോയി. നിനക്കൊരു ജീവിതമുള്ളത് പോയില്ലേ? ഞാനല്ല മൈക്കിളെ അത് ചെയ്തത്. അതായി എനിക്ക് മനസ്സിലാകാത്തത്. അന്ന് രാത്രി ഞാൻ ഓറിയോൺ ഹോട്ടലിലുണ്ടായിരുന്നു. കല്ലങ്കൽ ദേവസിക്കുട്ടിയുടെ മകൾ വിജിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വിൻസെൻ്റ് ആ സംഭവം മുഴുവൻ വിവരിച്ചു. എല്ലാം കേട്ടിട്ട് മൈക്കിൾ പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സത്യം തുറന്നു പറയട്ടെ, നീ ഞെട്ടരുത്. പറ. സെബാനെ കൊന്നത് ആരാണെന്ന നിൻ്റെ വിചാരം? ഇനി ആരെ സംശയിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഔസേപ്പച്ചനെ? വിൻസെൻ്റ് അയാളെ തുറച്ചു നോക്കി. ധൈര്യമായിട്ട് സംശയിച്ചു. വിൻസെൻ്റ് അല്പസമയം മൗനമായിരുന്നു. അതിനുശേഷം പറഞ്ഞു, അവനെ ഞാൻ എൻ്റെ മനസ്സിനകത്തെ പ്രതിക്കൂട്ടിലിട്ട് ഒരുപാട് ചോദ്യം ചെയ്ത് നോക്കിയതാ. ആരെയും ഞാൻ ഒഴിവാക്കിയില്ല. സെബാനുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള സകലരെയും. പക്ഷെ ഔസേപ്പച്ചനെ അവസാനം ഞാൻ ഒഴിവാക്കി. കൊലയാളിയുടെ വേഷം അവന് ഒട്ടും ചേർന്നില്ല. എങ്ങനെ ചേർന്നില്ല? ഒന്നാമത്, ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യാനുള്ള ബുദ്ധി അവനില്ല. രണ്ടാമത്, അതിനുള്ള ധൈര്യമില്ല. മൂന്നാമത്, എനിക്കെതിരെ അത് ചെയ്യാൻ കാരണങ്ങളൊന്നുമില്ല. എന്ന് മാത്രമല്ല, അല്പമെങ്കിലും പാളിപ്പോയാൽ, എനിക്ക് സംശയം തോന്നിയാൽ അവൻ്റെ നട്ടെല്ല് ഞാൻ ഒടിക്കുമെന്ന് അവന് ശരിക്കറിയാം. എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് സെബാനെ കൊലപ്പെടുത്തണമെങ്കിൽ അതിൻ്റെ പുറകിലൊരു അതിബുദ്ധി വേണ്ടേ? തന്നെയുമല്ല, അവനെന്നോട് മനസ്സിൽ പോലും പകയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കേസ് നടന്ന കാലത്ത് എന്നെയും കുടുംബത്തെ സഹായിച്ചതും കേസ് നടത്തിയതും അവനായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച് ഒന്നിച്ച് കളിച്ച് വളർന്നവരാ. ഔസേപ്പച്ചനെ സംശയിക്കാൻ ഒറ്റ കാരണം മതി വിൻസെൻ്റെ. സെബാൻ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് വാരിക്കൂട്ടിയ സ്വത്തെല്ലാം എവിടെ പോയി? 3.25 കോടി രൂപയോളം വരുമെന്ന എൻ്റെ കണക്കുകൂട്ടൽ. അവരൊരു ധൂർത്തനൊന്നുമല്ലായിരുന്നു. പണം പിശുക്കിയും സൂക്ഷിച്ചുമാ ചെലവഴിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും ആ പണം മുഴുവൻ എവിടെ പോയി? വിൻസെൻറ്റിന് മനസ്സിലായില്ല. ഔസേപ്പച്ചൻ അത് തിരിമറി നടത്തിയിട്ടുണ്ട്, സംശയിക്കേണ്ട. തിരിച്ചു കൊടുക്കാൻ ഔസേപ്പച്ചന് പ്ലാനില്ലായിരുന്നു. സെബാനെ കൊല്ലണമെന്ന് തന്നെ അവൻ തീരുമാനിച്ചിരുന്നതാ. തക്ക സമയത്ത് നീ കൂടി അതിൽ തലയിട്ട് കാര്യങ്ങളെല്ലാം അവൻ അനുകൂലമാക്കി കൊടുത്തു. അവൻ വളരെ ബുദ്ധിപൂർവം അത് വിനിയോഗിക്കുകയും ചെയ്തു. അവൻ നിന്റെ കേസ് നടത്തുകയും കുടുംബം നോക്കുകയും ചെയ്തെങ്കിൽ അത് നിന്നോട് ചെയ്ത പാപത്തിൻ്റെ പ്രായശ്ചിത്തമായിട്ടായിരിക്കും. ഇന്നലെ രാത്രി മുതൽ എനിക്കും ചില സംശയങ്ങളുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്. ഫ്രിഡ്ജിൽ തണുത്ത ബിയർ ഇനിയിരിപ്പുണ്ട്. ഒരു കുപ്പി കൂടി എടുത്ത് കുടിക്കുക, തലയൊന്ന് തണുക്കട്ടെ. വിൻസെൻ്റ് എഴുന്നേറ്റ് പോയി ഫ്രിഡ്ജ് തുറന്ന് ബിയർ കുപ്പി എടുത്തു. ഓപ്പണർ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട്. കടിച്ച് പല്ല് കളയണ്ട, മൈക്കിൾ പറഞ്ഞു. വിൻസെൻ്റ് ഓപ്പണർ എടുത്ത് ബിയർ കുപ്പിയുടെ അടപ്പ് തുറന്നു. എനിക്ക് കൂടി ഒരു പെഗ് ഒഴിച്ചു തരണം ബാർമാൻ. ആ പച്ച സീസർ ബ്രാൻഡി മതി. നിൻ്റെ കത്തിമുനയിലിരുന്ന് വേർക്കുമല്ലായിരുന്നോ ഞാനിതുവരെ? വിൻസെൻ്റ് സീസറിൻ്റെ കുപ്പി തുറന്ന് ഒരു ഗ്ലാസ്സിലേക്ക് മദ്യം ഒഴിച്ചു. വെള്ളമോ സോഡയോ? തൽക്കാലം വെള്ളം മതി. നിറഞ്ഞ ഗ്ലാസ് വിൻസെൻ്റ് മൈക്കിളിന് നേർക്ക് നീട്ടി. അപ്പോഴാണ് രണ്ട് കൈയും കസേരക്കൈയോട് ചേർത്ത് ബന്ധിച്ചിരിക്കുകയാണല്ലോ എന്നോർത്തത്. വിൻസെൻ്റ് വലത് കൈയുടെ കെട്ടഴിച്ചു. മരവിച്ച കൈ 4-5 തവണ കുടഞ്ഞിട്ട് മൈക്കിൾ ഗ്ലാസ് വാങ്ങി ഒറ്റ മോന്തി. വെളുപ്പാങ്കാലം വരെ ഔസേപ്പച്ചനും പോലീസ് സംഘവും വിൻസെൻറ്റിനെ പിടികൂടാൻ തക്കം പാർത്ത് കൂട്ടിക്കലെ കാവനാട്ട് ബേബിച്ചൻ്റെ വീട്ടിനുള്ളിലും പരിസരത്തുമായി ഒളിച്ചിരുന്നു. ബേബിച്ചനെ കസേരയിൽ ബന്ധിച്ച നിലയിൽ തന്നെ ഇരുത്തിയിരുന്നു. കിഴക്ക് വെള്ള കീറി തുടങ്ങി. ഇന്നിന് വിൻസെൻ്റ് വരില്ലെന്ന് ഔസേപ്പച്ചനും പോലീസ് സംഘത്തിനും ഉറപ്പായി. അവൻ എന്തെങ്കിലും സംശയം തോന്നിക്കാണും, അല്ലെങ്കിൽ അവൻ വരാതിരിക്കില്ല. SI ശശിശങ്കർ ഔസേപ്പച്ചനോട് പറഞ്ഞു. സംശയം തോന്നാൻ ഒരു കാരണം വേണ്ടേ? ഔസേപ്പച്ചൻ ചോദിച്ചു. നമ്മളിവിടെ എത്തിയിട്ടുണ്ടെന്ന് അവൻ മണത്തറിഞ്ഞിരിക്കും. നമ്മളിവിടെ കാവലുണ്ടെന്ന് ഒരീച്ച പോലും അറിഞ്ഞിട്ടില്ല. അതെനിക്ക് ഉറപ്പാണ്. അവനെന്താ ദിവ്യദൃഷ്ടി വല്ലതുമുണ്ടോ? അല്ലെങ്കിൽ അവൻ എവിടെ പോയി ഔസേപ്പച്ച? ഉദ്ദേശിച്ച പോലെ ഇവിടെ എത്തിച്ചേരാൻ അവന് പറ്റിയിട്ടുണ്ടാവില്ല. എന്തെങ്കിലും തടസ്സം വന്ന് കാണും. എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല. അങ്ങനൊരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാ ഞാൻ എൻ്റെ വണ്ടി മുണ്ടക്കയത്തിട്ടിട്ട് പോകുന്നത്. പോലീസ് വണ്ടി നമ്മൾ മാറ്റിയിട്ടിരിക്കുമല്ലേ. എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. സംശയമൊന്നും തോന്നിയിട്ടില്ലെങ്കിൽ അവൻ ഇനി ഔസേപ്പച്ചനെ വിളിക്കും. ഒന്നുകിൽ അവൻ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കി വെക്കണം,
അല്ലെങ്കിൽ നീ പറയുന്നിടത്തേക്ക് അവനെ വരുത്തണം. എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. പോലീസുകാർ കാവനാട്ട് ബേബിയുടെ കെട്ടുകൾ അഴിച്ച് അയാളെ സ്വതന്ത്രനാക്കി. അവനെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയാൽ അപ്പം തന്നെ ഫോൺ ചെയ്ത് ഔസേപ്പച്ചനെ അറിയിച്ചേക്കണം. ശശിശങ്കർ ബേബിക്ക് നിർദ്ദേശം നൽകി. ഭൂമിയിൽ വെളിച്ചം വീഴും മുമ്പേ ഔസേപ്പച്ചനും പോലീസ് സംഘവും കൂട്ടിക്കലിൽ നിന്ന് മടങ്ങി. അവർ മുളങ്കരയിൽ എത്തിയപ്പോഴേക്കും നേരെ നന്നേ വെളുത്തിരുന്നു. പോർച്ചിൽ സഫാരി നിർത്തി ഇറങ്ങി വന്ന ഔസേപ്പച്ചൻ്റെ നൈരാശ്യം പൂണ്ട മുഖം കണ്ടപ്പോഴേ വിജിക്ക് കാര്യം മനസ്സിലായി. കസ്മലൻ്റെ ഇന്നത്തെ നരവേട്ടയും പാഴായിരിക്കുന്നു. ചെന്നപാടെ ഔസേപ്പച്ചൻ വിജിയെ വിളിച്ച് ചോദിച്ചു, ഞാൻ ഇന്നലെ രാത്രി ഇവിടുന്ന് പോയ പിന്നെ ആരെങ്കിലും ഫോണിൽ വിളിച്ചായിരുന്നോ? ഇങ്ങോട്ടാരും വിളിച്ചില്ല. പിന്നെ നീ അങ്ങോട്ട് വിളിച്ചോ? എങ്ങോട്ട്? നിൻ്റെ മറ്റവനിരിക്കുന്നിടത്തേക്ക്. അതെവിടാണെന്ന് ഔസേപ്പച്ചനല്ലേ അറിയാവുന്നത്. ഫോൺ നമ്പറൊന്നും കുറിച്ച് തന്ന് വിളിക്കാൻ ഏൽപ്പിച്ചിരുന്നില്ലല്ലോ. അവളുടെ വാക്കുകളിൽ ഗൂഢമായ ഒരു വിദ്യാഹ്ലാദമുണ്ടെന്ന് ഔസേപ്പച്ചന് തോന്നി. അയാൾക്ക് സംശയമായി. ഒരുപക്ഷെ താൻ പോയി കഴിഞ്ഞ ശേഷം വിന്നി ഇങ്ങോട്ട് ഫോൺ വിളിച്ചിട്ടുണ്ടാകുമോ? ഫോണെടുത്ത് അവൾ തൻ്റെ നീക്കങ്ങളെപ്പറ്റി അവന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടാകുമോ? അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഔസേപ്പച്ചന് തോന്നി. മുറിയിൽ ചെന്ന് വേഷം മാറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഔസേപ്പച്ചൻ വിജിയെ വിളിച്ചു. അവൻ എപ്പോഴാണ് ഫോൺ ചെയ്തേ? ആര്? ഔസേപ്പച്ചൻ അവളെ തുറച്ചു നോക്കി. ആരാണെന്ന് മനസ്സിലായില്ലേ നിനക്ക്? ഇല്ല. കൈ വീശി പുറം കൈക്ക് അവളുടെ ഇടത്തെ ചെകിട്ടൊത്തൊന്ന് പൊട്ടിച്ചിട്ട് ഔസേപ്പച്ചൻ ചോദിച്ചു, ഇപ്പം നിനക്ക് മനസ്സിലായോടി ആരാണെന്ന്? വിജിയുടെ കണ്ണുകൾ എരിഞ്ഞു. അവൾ ഔസേപ്പച്ചൻ്റെ കണ്ണുകളിലേക്ക് നോട്ടം മാഴ്ത്തി. ഇല്ല. ഒറ്റയടിയോടി അടിച്ചു ഔസേപ്പച്ചൻ. ഇപ്പോഴോ? ഇല്ല. വിജിയുടെ പല്ല് ഞെരിഞ്ഞു. പാൻസിൻ്റെ ബെൽറ്റ് അഴിച്ചുകൊണ്ടിരുന്ന ഔസേപ്പച്ചൻ അത് അവളുടെ കഴുത്തിൽ ചുറ്റി അവളെ കിടക്കയിലേക്ക് വലിച്ചിട്ടു. സ്വന്തം ഭർത്താവാണോ പൂർവ്വകാർമുകനാണോടി നിനക്ക് വലുത്? വിജി അവജ്ഞയോടെ അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ തുറിച്ചു നോക്കി. നിന്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്ക്, സത്യം പറഞ്ഞു. വിജി അനങ്ങിയില്ല. ഔസേപ്പച്ചൻ അവളുടെ കഴുത്തിൽ ബെൽറ്റ് മുറുകി. കഴിവറുടെ മോളെ, കൊന്നു കളയേയുള്ളൂ നിന്നെ ഞാൻ. ജീവൻ വേണമെങ്കിൽ സത്യം പറഞ്ഞു. അവൻ നിന്നെ വിളിച്ചില്ലേ? ഇല്ല. കഴുത്തിൽ പിന്നെയും ബെൽറ്റ് ഇട്ട് മുറുകി. വിജി ശ്വാസം കിട്ടാതെ പിടഞ്ഞു. കണ്ണ് പുറത്തേക്ക് തുറച്ചു. വായ തുറന്നു. ഒന്നിനും മടിയില്ലാത്തവനാ ഞാൻ. പറയ്, വിളിച്ചില്ലേ അവൻ? ഇല്ലെന്നവൾ തല വെട്ടിച്ചു. ഔസേപ്പച്ചൻ ബെൽറ്റിൽ നിന്ന് കൈ അയച്ചു. വിജി ഓടിത്തളർന്ന നായയെപ്പോലെ കിതച്ചുകൊണ്ട് കിടന്നു. എഴുന്നേറ്റ് പോടി ശവമേ, ഔസേപ്പച്ചൻ അട്ടഹസിച്ചു. വിജി എഴുന്നേറ്റപ്പോൾ വേച്ചുപോയി. അവൾ നിലത്ത് ചുവടുറയ്ക്കാതെ നടന്ന് മുറിക്ക് പുറത്തു കടന്നു. വാതിൽ വലിച്ചടച്ചിട്ട് ഔസേപ്പച്ചൻ കിടന്നു. ഒരു രാത്രി മുഴുവൻ ഉറക്കമിളച്ചതിൻ്റെ ക്ഷീണമുണ്ട്. ഉച്ചവരെ അയാൾ കിടന്നുറങ്ങി. ഭക്ഷണം കഴിച്ച ശേഷം അയാൾ പുറത്തേക്ക് പോകാൻ ഒരുങ്ങി. ടെലിഫോണിൻ്റെ ഹാളിലുള്ള എക്സ്റ്റൻഷൻ സെറ്റിനടുത്ത് തൻ്റെ അനുചരന്മാരിൽ ഒരുവനെ പിടിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഞാനില്ലാത്തപ്പോൾ ഇവിടെ വരുന്ന കോളുകളെല്ലാം നീ അറ്റൻഡ് ചെയ്തേക്കണം. ഔസേപ്പച്ചൻ തൻ്റെ 2 ബോഡി ഗാർഡുകളെയും കൂട്ടി നേരെ പായിപ്പാട്ട് വീട്ടിലേക്ക് പോയി. ടാറ്റ സഫാരി പായിപ്പാട്ട് വീടിൻ്റെ മുറ്റത്ത് നിർത്തിയിട്ട് അയാൾ വീടിനുള്ളിലേക്ക് കയറി ചെന്നു. സൂസമ്മ ആദിയും വ്യാധിയും പിടിച്ച തളർന്ന കിടപ്പിലായിരുന്നു. 2 ആൺമക്കളും 1 മകളും നഷ്ടപ്പെട്ടു പോയ അമ്മ ജീവിതത്തെയും അതിൻ്റെ പ്രേരണകളെയും വെറുത്തു കഴിഞ്ഞിരുന്നു. ആനി ഒരു തണുത്ത പുഞ്ചിരിയോടെ ഔസേപ്പച്ചൻ്റെ അടുത്തേക്ക് ചെന്നു. കല്യാണം കഴിഞ്ഞ പിന്നെ ഔസേപ്പച്ചനെ ഈ വഴിക്ക് കണ്ടിട്ടേയില്ലല്ലോ. ഇങ്ങോട്ടുള്ള വഴി മറന്നതാണോ അതോ ഞങ്ങളെയൊക്കെ മറന്നതാണോ എന്നറിയില്ല. ഔസേപ്പച്ചനൊന്ന് ചിരിച്ചു. നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട് വരാഞ്ഞതാ. ഔസേപ്പച്ചൻ ഇരിക്ക്, ഞാനൊരു രഹസ്യ വിവരം അറിയിക്കാൻ വന്നതാ ആനി ചേച്ചി. എന്താ? വിന്നിച്ചൻ ജയിലിൽ നിന്ന് ചാടി നടക്കുവാണെന്ന് അറിയാമല്ലോ. അതോർത്തിട്ട് ചങ്കിൽ ഇപ്പോഴും തീയാ. എനിക്കറിയാം അവൻ എവിടെ ഉണ്ടെന്ന്. ആനിയുടെ ശ്വാസം നിലച്ചു. എവിടെയാ ഔസേപ്പച്ച? കൂട്ടിക്കലൊരു കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ട്. എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. എൻ്റെ മാതാവേ. എന്നിട്ട്? ആനി നെഞ്ചത്ത് കൈവച്ചു. പോലീസ് അവനെ തപ്പി നടക്കുക. ഇങ്ങോട്ടൊന്നും അവൻ വിളിച്ചില്ലല്ലോ. ഊവോ? ഇല്ല. അതെന്താ ഔസേപ്പച്ച ഇങ്ങോട്ട് വിളിക്കാഞ്ഞേ? എനിക്കും അമ്മയ്ക്കും അവൻ്റെ സ്വരം ഒന്ന് കേട്ടാൽ മതിയായിരുന്നു. വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഇവിടുത്തെ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാ. ഇല്ല, ഇനി ഔസേപ്പച്ചനെ വിളിക്കുമ്പോൾ പറയാവോ അവനോട് ഇവിടെ ഒന്ന് വന്നിട്ട് പോകാൻ? അമ്മ പാതി മരിച്ച പോലെ കിടപ്പാ. അവൻ്റെ മുഖമൊന്ന് കണ്ടാൽ മതി, അമ്മയ്ക്ക് വലിയ ആശ്വാസമാകും. പോലീസിനെ പേടിച്ച് അവനിവിടെ വരാത്തെ. രാത്രിയിലെങ്ങാൻ ഒളിച്ചും പതുങ്ങി ഒന്ന് വരാൻ പറ ഔസേപ്പച്ച. അവൻ എങ്ങനെ ഇരിക്കുന്നു എന്നൊന്ന് കാണാൻ. ആനി ചേച്ചി എന്ത് മണ്ടത്തരമായി പറയുന്നേ? ഈ വീടിൻ്റെ പരിസരത്തെല്ലാം രാത്രിയിലും പകലും പോലീസ് മഫ്തിയിൽ കറങ്ങി നടപ്പുണ്ട്. അവനിവിടെ വന്നാൽ ഉടനെ പൊക്കാൻ. എൻ്റെ ഈശോയെ, പിന്നെ എന്നാ ചെയ്യും ഔസേപ്പച്ച? അവനിപ്പം താമസിക്കെടുത്തുനിന്ന് ഇന്നലെ മാറുമെന്നാണ് പറഞ്ഞിരുന്നേ. എങ്ങോട്ടാണെന്നൊന്നും പറഞ്ഞില്ല.
കുറച്ച് കാശ് എത്തിച്ചു കൊടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ പിന്നെ അവൻ വിളിച്ചിട്ടില്ല. അത് കാരണം ഇപ്പം അവൻ എവിടെയാണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. അവനെ ഒന്ന് കാണാൻ എന്താ വഴി? തൽക്കാലം അത് നടപ്പില്ല. ചിലപ്പോൾ അവൻ ഇങ്ങോട്ട് വിളിച്ചേക്കും. അന്നേരം ആനി ചേച്ചി അവൻ എവിടാ എന്താന്നൊക്കെ ചോദിച്ചറിഞ്ഞു വെക്കണം. ഉടനെ എന്നെ വിളിച്ച് പറയുകയും ചെയ്യണം. എന്നാലല്ലേ എനിക്ക് കാശെത്തിച്ച് കൊടുക്കാൻ പറ്റൂ. ഇങ്ങോട്ട് വിളിക്കുമോ? വിളിച്ചേക്കും. സൂസമ്മച്ചി എന്തിയേ? വയ്യാണ്ട് കിടപ്പാ. ജസ്റ്റിൻ എവിടെ ഉണ്ടെന്ന് വല്ല വിവരവും കിട്ടിയോ? ഇല്ല ഔസേപ്പച്ച, അവനും കൂടി പോയതോടെ അമ്മയ്ക്ക് മിണ്ടാട്ടം പോലും ഇല്ലാതായി. അവൻ എവിടെ ഉണ്ടോ ആവോ, ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും. സൂസമ്മച്ചിയെ ഞാനൊന്ന് കാണട്ടെ. ഔസേപ്പച്ചൻ സൂസമ്മ കിടക്കുന്ന മുറിയുടെ വാതിൽക്കൽ എത്തി. അമ്മേ, ദേ ഔസേപ്പച്ചൻ. തലയിണയിലേക്ക് മുഖം അമർത്തിക്കിടന്ന സൂസമ്മ മെല്ലെ മുഖം തിരിച്ചു. കുഴിയിൽ താണ കണ്ണുകളും കരുവാളിച്ചു പോയ മുഖവും കണ്ട് ഔസേപ്പച്ചൻ ഒന്ന് പതറി. അവരുടെ നോട്ടം അവൻ്റെ കണ്ണുകളെ ചൂഴ്ന്നിറങ്ങി. നീ വന്നോ? എൻ്റെ കുഞ്ഞുങ്ങളെ കൊലക്കി കൊടുത്തിട്ട് നീ വന്നോടാ ദ്രോഹി. സൂസമ്മയുടെ കരിഞ്ഞ ചുണ്ടുകൾ വിറകൊണ്ടു. അമ്മേ, ശാസനാസ്വരത്തിൽ ആനി വിളിച്ചു. അമ്മ എന്തൊക്കെയായി പറയുന്നത്? നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഈ വീട്ടിൽ കാലുകുത്താൻ? എൻ്റെ മോളെ ചതിച്ചു കൊന്ന നിനക്ക്. സൂസമ്മ കിതച്ചു. കിതപ്പിൽ തളർന്നു തേഞ്ഞ വാക്കുകൾ അലിഞ്ഞുപോയി. അമ്മയ്ക്ക് ചിലപ്പോൾ സുബോധമില്ലാത്തതുപോലെയാ. ഓരോരോ വിഭ്രാന്തിയാ. ആനി ക്ഷമാപണം പോലെ പറഞ്ഞു. ഔസേപ്പച്ചൻ ഒന്നും തോന്നരുത്. ഔസേപ്പച്ചൻ ചിരിച്ചു. എനിക്കറിയാം ആനി ചേച്ചി, കന്നാലി കച്ചവടക്കാരൻ്റെ മകനാണേലും ഒരമ്മയുടെ ഹൃദയവേദന എനിക്ക് മനസ്സിലാകും. സൂസമ്മ വലതുകൈ പൊക്കി. അതിൻ്റെ ചൂണ്ടുവിരൽ ഔസേപ്പച്ചൻ്റെ നേർക്ക് നീണ്ടു. വായുവിൽ അത് വിറച്ചുകൊണ്ടിരുന്നു. സൂസമ്മയുടെ ചുണ്ടുകൾ ശപിക്കുന്നത് പോലെ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. എങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. ഔസേപ്പച്ചൻ തിരിഞ്ഞു നടന്നു. ആനി ചേച്ചിയുടെ കൊച്ചെന്തിയേ? അവൻ നഴ്സറി പോയേക്കുവാ. ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. നമുക്കൊന്നുകൂടെ തിരുവനന്തപുരത്തിന് കൊണ്ടുപോകണ്ടേ ചെക്കപ്പിന്? ഔസേപ്പച്ചൻ ഇടം കണ്ടിട്ട് ആനിയെ നോക്കി. ഇനി വേണ്ട, അവന് സുഖമായല്ലോ, ആനി പറഞ്ഞു. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഔസേപ്പച്ചൻ ചിരിച്ചു. എന്നിട്ട് പുറത്തേക്ക് നടന്നു. വണ്ടിയിൽ കയറും മുമ്പേ ഒരിക്കൽ കൂടി ആനിയെ ഓർമ്മിപ്പിച്ചു. ആനി ചേച്ചി, മറക്കരുത്. വിനിച്ചം വിളിച്ചാൽ ഉടനെ എന്നെ അറിയിക്കണം. സ്ഥലം ചോദിച്ച് മനസ്സിലാക്കണം. ആനി തലകുലുക്കി. വണ്ടിയിൽ കയറി ഔസേപ്പച്ചനും അനുചരന്മാരും മടങ്ങി. രാത്രിയിൽ അയാൾ ശശിശങ്കറെ ഫോണിൽ വിളിച്ചു സ്ഥിതിഗതികൾ വിലയിരുത്തി. ഔസേപ്പച്ചൻ എന്തായാലും കരുതിയിരുന്നോണം. സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ ഔസേപ്പച്ചനെ എതിരെ തിരിഞ്ഞേക്കും. ശശിശങ്കർ മുന്നറിയിപ്പ് നൽകി. എനിക്ക് കരുതലുണ്ട്. 6 പേരാ എനിക്ക് ബോഡി ഗാർഡ്. ഔസേപ്പച്ചൻ്റെ ഇടത് കൈ അറിയാതെ പാൻറ്റിനുള്ളിൽ തിരികിയ റിവോൾവറിൽ പരതി. അങ്ങനെയൊരു കരുതൽ കൂടി തനിക്കുണ്ടെന്ന് അയാൾ പറഞ്ഞില്ല. അതുപോലെ തന്നെ ഔസേപ്പച്ചൻ വേറൊരു കാര്യം ചെയ്യണം. ബെഡ്റൂമിലെ ഫോൺ മാറ്റിയിട്ട് കോളർ ഐ ഡി ഉള്ളൊരു ടെലിഫോൺ വാങ്ങിച്ച് പകരം വെക്കണം. എന്നിട്ട് ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ഒരു അപേക്ഷ കൊടുത്താൽ മതി. തൻ്റെ ടെലിഫോൺ നമ്പറിന് കോളർ ഐ ഡി സൗകര്യം ഏർപ്പാടാക്കി തരണമെന്ന്. എന്നാൽ എന്താ ഗുണം? കോളർ ഐ ഡി സെറ്റ് ചെയ്ത ടെലിഫോണിൻ്റെ ഡിസ്പ്ലേ മോണിറ്ററിൽ ഇങ്ങോട്ട് വിളിക്കുന്ന നമ്പറും അങ്ങോട്ട് വിളിക്കുന്ന നമ്പറും തെളിയും. വിളിച്ച നമ്പറുകളെല്ലാം സെറ്റിൻ്റെ മെമ്മറിയിൽ കിടക്കുകയും ചെയ്യും. അവൻ വിളിച്ചാൽ ഏത് നമ്പറിൽ നിന്നാണ് വിളിക്കുന്നതെന്നും സ്ഥലം ഏതാണെന്ന് ലൊക്കേറ്റ് ചെയ്തിട്ട് അവനെ പൊക്കാൻ എളുപ്പമാണ്. അത് നല്ല ആശയമാണെന്ന് ഔസേപ്പച്ചന് തോന്നി. റിസീവർ വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞതേയുള്ളൂ. വീണ്ടും ടെലിഫോൺ ശബ്ദിച്ചു. ഔസേപ്പച്ചൻ റിസീവർ എടുത്തു. ഹലോ, ഔസേപ്പച്ചനല്ലേ? വിന്നിച്ചൻ്റെ സ്വരം. ഔസേപ്പച്ചൻ ജാഗരൂകനായി. അതെ, ഞാനാ. എന്നെ മനസ്സിലായോ? നീ എവിടെയായിരുന്നു വിന്നിച്ച? പന്നത്തരമല്ലേ നീ കാണിച്ചേ? ഔസേപ്പച്ച, സോറി. ഇന്നലെ രാത്രി എനിക്ക് വരാൻ പറ്റിയില്ല. ഞാനൊരു സ്ഥലത്ത് കുടുങ്ങിപ്പോയി. ഒന്നും പറയണ്ട നീ. ഞാനിന്നലെ നീ പറഞ്ഞ സാധനങ്ങളും കാശുമായിട്ട് കൂട്ടിക്കൽ ചെന്ന് വെളുക്കുവോളം ഉറക്കളച്ചത് വെറുതെ. ആ പാവം കാവനാട്ട് ബേബിയെ നീ വെറുതെ കെട്ടിയിട്ട് കഷ്ടപ്പെടുത്തിയില്ലേ? അങ്ങനെ പറ്റിപ്പോയി ഔസേപ്പച്ച, നീ ക്ഷമിക്ക്. എനിക്ക് നിന്നെപ്പോലെ കയ്യും വീശി പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ആരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞാൽ അതോടെ തീരില്ലേ? പത്രത്തിലും ടി വിയിലും ഒക്കെ എൻ്റെ ഫോട്ടോ വന്നതാണെന്ന് ഓർക്കണം. കരയിലും വെള്ളത്തിലും കഴിയാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ ഞാനിപ്പം. നീ ഇന്നലെ എവിടെയായിരുന്നു? പറഞ്ഞില്ലേടാ, ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയി, ഊരിപ്പോരാൻ പറ്റിയില്ല. നീ ഇപ്പോൾ എവിടെന്നാ വിളിക്കുന്നേ? ഈരാറ്റുപേട്ടേന്ന്. ഏതാ നമ്പർ? ബൂത്തിന്നാ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? നാളെ രാത്രിയിൽ നിനക്ക് വാഗമണ്ണിൽ വരാൻ പറ്റുമോ? വാഗമണ്ണിൽ എവിടെ? നമ്മുടെ വില്ലേജ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റായിട്ട് റോഡിന് താഴെ ഒരു വീടുണ്ട്. അമ്മയുടെ അനുജത്തിയുടെ മകളുടെ വീടാ. കൊച്ചുറാണിയെ നിനക്ക് ഓർമ്മയില്ലേ? നമ്മൾ ഒരിക്കലും പുള്ളിക്കാനത്ത് പോയപ്പോൾ അവിടെ കയറിയിട്ടുണ്ട്. ഔസേപ്പച്ചന് സ്ഥലവും വീടും കൊച്ചുറാണിയെയും അവളുടെ ഭർത്താവിനെയും ഓർമ്മ വന്നു. കൊച്ചുറാണിയുടെ ഭർത്താവല്ലേ ടീ ഫാക്ടറിയിൽ സൂപ്പർവൈസറായിട്ട്?
ആ അത് തന്നെ. നാളെ രാത്രി 12 മണിക്ക് ഞാൻ പറഞ്ഞ സാധനങ്ങളുമായിട്ട് നീ അവിടെ വരണം. 10,000 രൂപയും കരുതിക്കോളണം. എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലടാ. പുറത്തിറങ്ങി തെണ്ടാൻ പോലും നിവൃത്തിയില്ലല്ലോ എനിക്ക്. നീ എപ്പോഴാണ് വാഗമണ്ണിന് പോകുന്നേ? നാളെ രാത്രിയിലേ പോകുന്നുള്ളൂ. വാഗമണ്ണിനുള്ള ലാസ്റ്റ് വണ്ടിക്ക് കയറിയാൽ മതിയല്ലോ. ഞാൻ അവിടെ വരുമ്പോൾ നീ കൊച്ചുറാണിയുടെ വീട്ടിൽ കാണുമോ? നീ അവിടെ എത്തിയെന്ന് കണ്ടിട്ടേ ഞാൻ ആ വീട്ടിലേക്ക് വരൂ. വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കരുതല്ലോ. ഞാൻ ആ പരിസരത്ത് എവിടെയെങ്കിലും കാണും. പിന്നെ ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പറഞ്ഞു തീരും മുമ്പേ ഫോൺ ഡിസ്കണക്റ്റായി. ഔസേപ്പച്ചൻ റിസീവർ വെച്ചിട്ട് കുറേ നേരം കാത്തിരുന്നു. പക്ഷേ ഫോൺ ശബ്ദിച്ചതേയില്ല. ഔസേപ്പച്ചന് എന്തെന്നില്ലാത്ത ഒരു ഉണർവ് തോന്നി, ഒപ്പം ആശ്വാസവും. വിൻസെൻറ്റിന് തന്നെ സംശയമില്ല. അവൻ്റെ വാക്കിലോ സ്വരത്തിലോ സംശയത്തിൻ്റെ ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം നാളെ രാത്രി അവൻ തൻ്റെ കെണിയിൽ കുടുങ്ങുമെന്ന് തന്നെ. ഔസേപ്പച്ചൻ എഴുന്നേറ്റ് തൻ്റെ സ്വകാര്യ ബാർറൂമിൽ പോയി 2 പെഗ് മദ്യം സ്വാദോടെ സംതൃപ്തിയോടെ കുടിച്ചു. തിരിച്ചു വരുമ്പോൾ വിജി കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവൾക്ക് ചുറ്റും പിയേഴ്സ് സോപ്പിൻ്റെ സുഗന്ധം. ഔസേപ്പച്ചൻ അവളുടെ കൈക്ക് പിടിച്ചു ചുഴറ്റി കിടക്കയിലിട്ടു. അവളുടെ മീതേക്ക് അമർന്ന് ഒരു കൈത്തലം അവളുടെ തലയ്ക്ക് കീഴിലിട്ട് മേലോട്ട് പൊക്കി. മറ്റേ കൈകൊണ്ട് അവളുടെ കഴുത്തും താടിയും അമർത്തിപ്പിടിച്ച് മുഖം മലർത്തി പകയോടെ മുരണ്ടു. നാളെ നിനക്ക് അവനെ കാണാൻ പറ്റും, കൈവിലങ്ങോടെ. നിനക്ക് ഞാൻ കാണിച്ചു തരും. വിജിയിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. അവളുടെ ശരീരത്തിന്മേൽ അയാൾ തൻ്റെ പരാക്രമം തുടങ്ങി. ആരോ വിളിച്ചതുപോലെ, ഒരു മന്ത്രണം പോലെ, വളരെ അടുത്തു നിന്ന്. മോനെ സ്റ്റാൻസ്ലാവോസിൻ്റെ ഉറക്കം ഞെട്ടി. സ്വപ്നമായിരുന്നോ? ഇപ്പോൾ ഒരു ശബ്ദവുമില്ല. പെട്ടെന്ന് വീണ്ടും കാതിനരികിൽ ഈണത്തിലൊരു വിളിയച്ച. സ്റ്റാൻസ്ലാവോസേ, സമയമായി മോനെ. സ്റ്റാൻസ്ലാവോസ് നടുങ്ങി കണ്ണു തുറന്നു. തൊട്ടരികിൽ തലയ്ക്കിലൊരു നിഴൽ രൂപം. സ്റ്റാൻസ്ലാവോസ് ഒച്ചയിടാൻ വായി തുറന്നതും ബലമുള്ള ഒരു കൈപ്പത്തി അയാളുടെ വായു മൂടി. അയാൾ കൈകാലിട്ടടച്ചു പിടഞ്ഞു. നിഴൽ രൂപം നിവർന്നു. കാൽമുട്ടുകൾ അയാളുടെ നെഞ്ചിനിരുപുറവുമായി ഊന്നി വയറിനു മീതേയിരുന്നു. വെറുതെ പിടയ്ക്കണ്ട. പായിപ്പാട്ട് വിൻസെൻറ്റിൻ്റെ കയ്യിലാണ്, നീ രക്ഷപ്പെടില്ല. പൊടുന്നനെ സ്റ്റാൻസ്ലാവോസ് കുതിർന്നത് നിർത്തി. അയാൾ വിൻസെൻറ്റിനെ തുറിച്ചു നോക്കി. നോട്ടം പിന്നെ വെളിച്ചത്തിന് നേർക്ക് നീണ്ടു. മേശപ്പുറത്ത് ഒരു മെഴുകുതിരി കൊളുത്തി വെച്ചിരിക്കുന്നു. മുറിയിൽ അരണ്ട വെളിച്ചം. സ്റ്റാൻസ്ലാവോസ് ഭീതിയോടെ വിൻസെൻറ്റിനെ നോക്കി. 2-4 നിമിഷങ്ങൾ അയാൾ വിയർപ്പിൽ കുതിർന്നു. കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച കൂട്ടുകാരനെ ആപത്തിൽ ഉപേക്ഷിച്ചവനാ നീ. നിനക്കെന്ത് പ്രതിഫലം കിട്ടി? പറ. വിൻസെൻ്റ് അയാളുടെ വായ പൊത്തിപ്പിടിച്ച കൈമാറ്റി. സ്റ്റാൻസ്ലാവോസ് കിതച്ചു. സെബാനെ കൊന്നത് നീയാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതിൽ നിനക്കുള്ള പങ്കെന്താണെന്ന് അറിഞ്ഞാൽ മതി. വിൻസെൻ്റ് അയാളെ നോക്കി പല്ലിളിച്ചു കാട്ടി. വിരണ്ടുപോയ സ്റ്റാൻസ്ലാവോസിന് ശബ്ദിക്കാനുള്ള കരുത്തുണ്ടായിരുന്നില്ല. നിൻ്റെ ഒരു വാക്ക് മതിയായിരുന്നു ആ കേസിൽ നിന്ന് ഈസിയായിട്ട് എനിക്ക് തലയൂരി പോരാൻ. സെബാൻ കൊല്ലപ്പെട്ട രാത്രിയിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന്. എന്നെ അങ്ങനെ രക്ഷിക്കാൻ കഴിയുമെന്ന് നിനക്കും അറിയാമായിരുന്നു. പക്ഷേ നീ അങ്ങനെ ചെയ്തില്ല. എനിക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയാൻ നിൻ്റെ നാവ് പൊങ്ങിയില്ല. ആരുടെ കൈകളാണ് നിൻ്റെ നാവ് വരിഞ്ഞു കെട്ടിയത്? നിനക്കതിലുള്ള പങ്കെന്താണ്? എന്ത് പ്രതിഫലമാണ് നിനക്കവർ തന്നത്? അത് പറയാതെ നിനക്ക് രക്ഷയില്ല സ്റ്റെനി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാ ഞാൻ. മരണം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. പറയ്. വിൻസെൻ്റ് അയാളുടെ കവിളിൽ തലോടി. തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തീവണ്ടിയുടെ ചൂളംവിളി മുഴുങ്ങി. അല്പസമയത്തിനുള്ളിൽ ഉരുക്കുപാളങ്ങളിലൂടെ ഇരുമ്പ് ചക്രങ്ങൾ ഉരുളുന്ന ശബ്ദം കേൾക്കായി. അത് അലച്ചലച്ച് അകന്നുപോയി. ചക്രവാളത്തിൽ എങ്ങോ ലയിച്ചു. നിന്റെ വായിൽ പഴമൊന്നുമില്ലല്ലോ. ഉണ്ടോടാ സ്റ്റെനി? ഇല്ല. സ്റ്റാൻസ്ലാവോസ് വിക്കി. പിന്നെ നീ എന്താ ഒന്നും മിണ്ടാത്തേ? ഞാൻ എന്തു പറഞ്ഞാലും ഭിന്നിച്ച നിനക്കിപ്പോൾ മനസ്സിലാകത്തില്ല. ഈ പറഞ്ഞ പോലെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നീയല്ല നിൻ്റെ അപ്പം പറഞ്ഞാലും എനിക്ക് മനസ്സിലാകും. ഭാഷ മാറ്റി പറയല്ലേ, അന്നേരം വിന്നിയുടെ സ്വഭാവം മാറും. ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ വിന്നിച്ച? നീ ചോദിക്ക്. നീ എന്നോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാ. സെബാൻ്റെ കൊലപാതകത്തിൽ നിൻ്റെ പങ്കെന്താ? സ്റ്റാൻസ്ലാവോസേ മോനെ, തൂക്കുമരത്തേന്ന് ഇറങ്ങി വരുവാ ഞാൻ. ആടിനെ പട്ടിയാക്കുന്ന വിദ്യ എൻ്റെ അടുത്ത് വേണ്ട. എൻ്റെ ചോദ്യത്തിന് നിനക്ക് ഉത്തരം തരാൻ പറ്റുമോ? പറയാം. സെബാൻ്റെ കൊലപാതകത്തിൽ എനിക്കൊരു പങ്കുമില്ല. ഇനി നീ ചോദിച്ച കൊലപാതകത്തിന് ഞാനും ഉത്തരം പറയാം. എനിക്കുമില്ല ആ കൊലപാതകത്തിൽ ഒരു പങ്കും. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. കൂട്ടുകാരെയും കൂടപ്പുറപ്പുകളെയും ചതിക്കുന്നവനല്ല സ്റ്റാൻസ്ലാവോസ്. വിൻസെൻ്റ് ഒന്ന് ചിരിച്ചു. അങ്ങനെ നീ മാത്രമല്ല, പലരും പറഞ്ഞിട്ടുണ്ട്. സെബാൻ പറഞ്ഞിട്ടുണ്ട്, ഔസേപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിശ്വസിച്ചതിൻ്റെ പേരിൽ കഴുമരം സമ്മാനമായി കിട്ടിയവനാ ഈ ഞാൻ. ഇനി നിന്നെക്കൂടി ഞാൻ വിശ്വസിക്കണോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, എനിക്കിത്രേ പറയാനുള്ളൂ.
നിനക്ക് മനസ്സറിവൊന്നുമില്ലെങ്കിൽ നീ എന്തുകൊണ്ട് എനിക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞില്ല? അതിന് കാരണമുണ്ട് വിന്നിച്ച. സെബാൻ്റെ കൊലപാതകം നടന്ന ദിവസം ഞാൻ ഉദയഗിരിയിലുള്ള എൻ്റെ അമ്മാച്ചൻ്റെ മോളുടെ കല്യാണത്തിന് പോയിരിക്കുകയായിരുന്നു. കല്യാണത്തിനെടുത്ത വീഡിയോയിലുണ്ട് എൻ്റെ പടം. അന്ന് രാത്രി ഞാൻ അമ്മാച്ചൻ്റെ മക്കളുടെ കൂടെ വെളുപ്പാങ്കാലം വരെ ഇരുന്ന് റമ്മി കളിച്ചതാ. എന്നിട്ട് നീയും ഞാനും കൂടി ആ രാത്രി ഇവിടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ എങ്ങനെ പറയും? കള്ളസാക്ഷി പറഞ്ഞതാണെന്ന് തെളിഞ്ഞാൽ എൻ്റെ ജോലിയെക്കൂടി അത് ബാധിക്കില്ലേ? വിൻസെൻ്റ് സ്റ്റാൻസ്ലാവോസിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഇത് നോക്ക്. അയാൾ എഴുന്നേറ്റിരുന്നിട്ട് മേശവലിപ്പ് തുറന്നു. അതിൽ നിന്നൊരു കവർ എടുത്തു. അതിനുള്ളിലിരുന്ന വെഡ്ഡിംഗ് കാർഡ് വിൻസെൻറ്റിൻ്റെ നേർക്ക് നീട്ടി. അന്ന് മുതൽ ഞാനിത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്നെങ്കിലും ഒരിക്കൽ നിന്നെ കാണിച്ച് എൻ്റെ നിസ്സഹായാവസ്ഥ അറിയിക്കണമെന്ന് കരുതി. വിൻസെൻ്റ് മെഴുകുതിരി വെളിച്ചത്തിലേക്ക് നീട്ടിപ്പിടിച്ച കാർഡ് നോക്കി. വർഷവും തീയതിയും എല്ലാം അത് തന്നെ. സെബാൻ കൊല ചെയ്യപ്പെട്ട അതേ ദിവസം. കാർഡ് തിരിച്ചു കൊടുത്തിട്ട് വിൻസെൻ്റ് പറഞ്ഞു, അതുമാത്രമല്ല, ഞാൻ ജയിലിൽ കിടന്നിട്ട് ഒരിക്കൽ പോലും നീ എന്നെ കാണാനൊന്നും വന്നില്ല. നീ വീട്ടിൽ വന്നപ്പോഴൊക്കെ കുറേ വെച്ച് വിളമ്പി തന്നിട്ടുള്ളവരായി എൻ്റെ അമ്മയും പെങ്ങന്മാരും. എന്നിട്ട് അവർക്കൊരു വിഷമം വന്ന നേരത്ത് നീ ആ ദിക്കിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയില്ല. ഫോണിൽ വിളിച്ചു പോലും ഒരാശ്വാസവാക്ക് പറഞ്ഞില്ല. പേടിച്ചിട്ടാ വിന്നിച്ച. നിനക്കറിയാമല്ലോ, പണ്ട് മുതൽക്കേ പോലീസെന്ന് കേട്ടാൽ എനിക്ക് പേടിയാ. കാലെ ചുറ്റിയ മൂർഖൻ പാമ്പിനെ എനിക്ക് അത്രയും പേടിയില്ല. സെബാൻ്റെ കൊലപാതകത്തിന് ശേഷം ഒരു 12 തവണയെങ്കിലും പോലീസ് എന്നെ തിരക്കി ഇവിടെ വന്നു. ആഫീസിലും 3-4 തവണ ചെന്നു. അവിടെ ഉള്ളവരോടൊക്കെ എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അന്വേഷിച്ചിട്ട് പോയി. ഇവിടെ വന്നപ്പോഴൊക്കെ എന്നെ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തു. സെബാൻ്റെ കൊലപാതകത്തിൽ എനിക്കും പങ്കുണ്ടെന്ന് ആരോ അവരെ ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 2 തവണ എന്നെ സ്റ്റേഷനിലും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അവർക്ക് എന്നെ ബലമായ സംശയമുണ്ടായിരുന്നു. നിൻ്റെ കൂടെ ഞാനും ചേർന്നിട്ടാ ആ കൊല നടത്തിയതെന്ന്. ഒടുക്കം ഞാൻ ഈ വെഡ്ഡിംഗ് കാർഡ് കാണിച്ചു കൊടുത്തു. അമ്മാച്ചൻ്റെ മകളുടെ കല്യാണ കാസറ്റും അവരുടെ കൂടെ നിന്നെടുത്ത ഫോട്ടോയും കാണിച്ചു. കല്യാണത്തിനങ്ങ് ഞാനങ്ങ് ഉദയഗിരിയിൽ പോയിരിക്കുകയാണെന്ന് സകല തെളിവും നിർത്തിയിട്ടാണ് അവരെന്നെ വെറുതെ വിട്ടത്. ഇല്ലെങ്കിൽ ഞാനും കുടുങ്ങിയേനെ. പോലീസ് നിന്നെ സംശയിക്കാൻ എന്താ കാരണം? വിൻസെൻ്റ് അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. നീയാണതിന് കാരണമെന്നാണ് ഞാൻ അറിഞ്ഞത്. സെബാൻ്റെ കൊലപാതകത്തിൽ എനിക്ക് കൂടി പങ്കുണ്ടെന്ന് നീ പോലീസിനോട് പറഞ്ഞത്രേ. ഒരു മനസ്സറിവുമില്ലാത്ത എന്നോട് നീ ആ ചതി ചെയ്തത് എന്തിനാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ആ ഒറ്റ കാരണം കൊണ്ടാണ് നിന്നെ കാണാൻ വരാഞ്ഞതും നിൻ്റെ വീട്ടിൽ പോകാഞ്ഞതും. ഒന്നാമത് നീ എന്നോടിത് ചെയ്തല്ലോ എന്നുള്ള വിഷമം. രണ്ടാമത് പോലീസ് പിന്നെ സംശയിച്ചെങ്കിലോ എന്നുള്ള പേടി. ഒരു നിമിഷം നിർത്തിയിട്ട് സ്റ്റാൻസ്ലാവോസ് തുടർന്നു. പിന്നെ ഔസേപ്പച്ചനും പറഞ്ഞു. ഔസേപ്പച്ചൻ എന്തു പറഞ്ഞു? വിൻസെൻ്റ് ജാഗരൂകനായി. എന്നെക്കൂടി പ്രതി ചേർക്കാൻ നിനക്കൊരു പ്ലാനുണ്ടായിരുന്നെന്ന്. 2 പ്രതികളുണ്ടെങ്കിൽ കേസിൻ്റെ ബലം കുറയുമെന്ന് കരുതി നീ എൻ്റെ പേരും കൂടി പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തതാണെന്ന്. പോലീസ് എന്നെ രഹസ്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെന്നും സൂക്ഷിച്ച് നിന്നോളണമെന്നും പറഞ്ഞു. നീയും നിൻ്റെ കുടുംബവുമായിട്ട് ഒരടുപ്പമുള്ളതായിട്ട് കൂടി ഭാവിക്കരുതെന്നും അവനെ എന്നെ ഉപദേശിച്ചത്. ഓഹോ, അവൻ വേറെ എന്തൊക്കെ പറഞ്ഞു? സെബാനെ കൊന്നത് നീയാണെന്ന് ഉറപ്പായിട്ട് പറഞ്ഞു. സെബാനെ തട്ടുമെന്ന് നീ അവനോട് ആണയിട്ട് പറഞ്ഞിരുന്നത്രേ. എന്നിട്ട് നീ അതെല്ലാം വിശ്വസിച്ചു? വിശ്വസിക്കാതെ എന്തു ചെയ്യും? പോലീസ് എന്നെ വിടാതെ കൂടിയിരിക്കുകയാണെന്ന് ഓർക്കണം. ഇതുപോലൊരു പേടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കഷ്ടപ്പെട്ട് ജീവിച്ചവനാ ഞാൻ. ഭാഗ്യം പോലെ കിട്ടിയ ജോലിയായത്. നല്ല കുടുംബത്തിൽ നിന്നൊരു കല്യാണവും ഒത്തുകിട്ടി. ഒരു കുഞ്ഞുമായി. ജീവിതത്തിലെ സന്തോഷവും സംതൃപ്തിയും സുരക്ഷിതത്വവും എന്താണെന്ന് അനുഭവിച്ചും തുടങ്ങിയിട്ടേയുള്ളൂ. ആ നേരത്ത് മനസ്സറിവില്ലാതെ കൊലക്കേസ് പ്രതിയാകേണ്ടി വരിക. രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല, വിശപ്പില്ല. മുട്ടിന്മേൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ, ഈ കുരുക്കീന്ന് എന്നെ രക്ഷിക്കണേന്ന്. സകല കൂട്ടുകെട്ടും വിട്ട് ഞാൻ അവനവൻ്റെ കാര്യം നോക്കി മര്യാദക്കാരനായിട്ട് ജീവിച്ചോളാമെന്ന്. വേളാങ്കണ്ണി മാതാവിനൊരു നേർച്ചയെ ഞാൻ നേർന്നു. പിറ്റേ കൊല്ലം തന്നെ ഞാൻ കുടുംബസമേതം വേളാങ്കണ്ണിക്ക് പോയി. ഇപ്പോൾ ഒരു കമ്പനിയും ഇല്ല എനിക്ക്. ജോലിക്ക് പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. മാസത്തിൽ 1-2 തവണ കട്ടപ്പനയിലുള്ള ഭാര്യ വീട്ടിലും പോകും. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ കഴിഞ്ഞുകൂടുമ്പോഴാണ് നിൻ്റെ ജയില് ചാട്ടം. അതോടെ എൻ്റെ സ്വസ്ഥതയും പോയി. ദാ ഇതിനകം ഒരു 10 തവണ പോലീസ് എന്നെ തിരക്കി വന്നിട്ട് പോയി. രഹസ്യമായിട്ട് എത്ര തവണ വന്ന് വാച്ച് ചെയ്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. ജയില് ചാടിയ നീ ഞാനുമായിട്ട് ബന്ധപ്പെടുന്നെന്നാണ് അവരുടെ സംശയം. അത് ന്യായം, വിൻസെൻ്റ് പറഞ്ഞു. അതുകൊണ്ട് വിന്നിച്ച എന്നെ ഉപദ്രവിക്കല്ലേ. ഞാൻ നിനക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. നീ പറഞ്ഞത് മുഴുവൻ ഞാനങ്ങ് വിശ്വസിച്ചു. ഇനി എനിക്ക് ചിലത് പറയാനുണ്ട്. എനിക്ക് കേൾക്കണ്ട വിന്നിച്ച. ദൈവത്തെ ഓർത്ത് എന്നെ വെറുതെ വിട്, ജീവിച്ചു പോയിക്കോട്ടെ. നിനക്ക് സത്യം എന്താണെന്ന് അറിയണ്ടേ?
എനിക്കൊരു മണ്ണാങ്കട്ടേ അറിയണ്ട. എനിക്ക് 3-4 സ്നേഹിതന്മാരുണ്ടായിപ്പോയി. അവരെ ഞാൻ വിശ്വസിച്ചു. അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്തു. ഇനി വേണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സ്നെനി? നീ ഒരു വശം മാത്രമേ കണ്ടിട്ടുള്ളൂ. കണ്ടത് തന്നെ ധാരാളം. ഇനി എനിക്കൊന്നും കാണണ്ട. എൻ്റെ ജീവിതമാ വലുത്, എൻ്റെ കുടുംബമാ വലുത്. സ്റ്റെനി. സ്റ്റാൻലാവോസ് വിൻസെൻറ്റിനെ കൈ കുത്തിരിച്ചിട്ട് എഴുന്നേൽക്കാൻ ഭാവിച്ചു. വിൻസെൻ്റ് കൈ നിർത്ത് അവൻ്റെ കാരണക്കുറ്റിക്ക് ഒന്ന് പൊട്ടിച്ചു. ഇരിയടാ അവിടെ. വിൻസെൻ്റ് ചീറി. നിനക്ക് മാത്രം ജീവിച്ചാൽ മതിയോടാ പന്നി, നാറി, തെണ്ടി. നിനക്ക് മാത്രമേ കുടുംബമുള്ളോടാ. ഞാനും കുടുംബമുള്ളവനാ, ജീവനുള്ളവനാ. നിനക്കറിയാമോ, നിനക്കും നിൻ്റെ കെട്ടിയവൾക്കും മാത്രം സുഖമായിട്ട് കഴിഞ്ഞാൽ മതിയോ ഈ ഭൂമിയിൽ? നിന്നെപ്പോലെ സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാൻ അവകാശമുള്ളവരാ ഞങ്ങളും. സഹജീവിക്കൊരാപത്ത് പറ്റിയാൽ സഹായത്തിനെത്തണം. അതാ മനുഷ്യധർമ്മം. അതിനിടയിലെ കഷ്ടനഷ്ടങ്ങളുണ്ടായെന്നിരിക്കും. സ്റ്റാൻസ്ലാവോസ് അടികിട്ടിയ ചൂടിൽ അന്തം വിട്ടിരിക്കുകയാണ്. ഔസേപ്പച്ചൻ പറഞ്ഞത് വിശ്വസിച്ചേച്ച് വേളാങ്കണ്ണി പോയി പ്രാർത്ഥനയും നേർച്ചയും കഴിച്ച് വല്ല നല്ല കുമ്പസാരവും നടത്തി പുണ്യാളനായി ജീവിച്ചാൽ തീരുമോ നിൻ്റെ കടമയും ഉത്തരവാദിത്വവും? സത്യം എന്താണെന്ന് അന്വേഷിക്കാൻ പോലും നീ മെനക്കെട്ടില്ല. പോട്ടെ, നിൻ്റെ ഒടുക്കത്തെ പേടി കൊണ്ടാണെന്ന് സമാധാനിക്കാം. പക്ഷേ സത്യം നിൻ്റെ കൺമുമ്പിൽ വന്നു നിന്നിട്ടും നീ കേൾക്കാനും അറിയാനും കൂട്ടാക്കുന്നില്ലെന്ന് വെച്ചാൽ അടിയുടെ കുറവല്ലേ നിനക്ക്? വിന്നീച്ച, ദയ വിചാരിച്ച് എന്നെ ഉപദ്രവിക്കരുത്. സ്റ്റാൻസ്ലാവോസ് കീണു. ഉപദ്രവിക്കുന്നില്ല, പക്ഷേ നിന്നെ ഞാൻ കൊല്ലും. വിൻസെൻ്റ് എളിയിൽ നിന്നും കത്തി എടുത്ത് കാണിച്ചു. ഇത് കണ്ടോ, ഒറ്റക്കുത്ത്. പിന്നെ നിന്നെ ആരും ഉപദ്രവിക്കുകയില്ല. സ്റ്റാൻസ്ലാവോസിൻ്റെ കണ്ണുകളിൽ അവിശ്വസനീയത തങ്ങി നിന്നു. സെബാനെ കൊല്ലാമെങ്കിൽ എനിക്ക് നിന്നെ കൊല്ലാനാണോ പേടി? ഇനി എത്ര പേരെ തട്ടിയാലും ഒറ്റ ശിക്ഷയേയുള്ളൂ. ഒരാളെ 2 തവണ തൂക്കി കൊന്നതായിട്ട് നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വിന്നിച്ച, ഞാനൊരു പാവമാണ്. നിന്നെപ്പോലെ തന്നെ ഒരു തെറ്റും ചെയ്യാത്തൊരു പാവമാടാ ഞാനും. എന്നെ പോലീസ് പിടിച്ച് കൊലപാതകിയാക്കി. മരണശിക്ഷയും തയ്യാറാക്കി തന്നു. ഞാൻ സ്നേഹിച്ച പെണ്ണ് എന്നെ വിട്ടുപോയി. എൻ്റെ പെങ്ങൾ ആത്മഹത്യ ചെയ്തു. എൻ്റെ അനുജൻ നാട് വിട്ടു. എൻ്റെ അമ്മ രോഗിയായി കിടക്കുന്നു. ഞാൻ എന്തു വേണം നീ പറ? സ്റ്റാൻസ്ലാവോസ് അവനെ തുറിച്ചു നോക്കി. അപ്പോൾ സെബാനെ കൊന്നത് ഞാനല്ല സ്റ്റെനി. എനിക്ക് യാതൊരു മനസ്സറിവുമില്ല. പക്ഷെ തെളിവുകളെല്ലാം എനിക്കെതിരായിപ്പോയി. എനിക്ക് ജീവിക്കണ്ടേ? എൻ്റെ നിരപരാധിത്വം തെളിയിക്കണ്ടേ? നിൻ്റെ വലിയ കൂട്ടുകാരനല്ലേ ഔസേപ്പച്ചൻ? അവൻ എന്നോട് പറഞ്ഞത്. വിൻസെൻ്റ് ഇടയ്ക്ക് കയറി. നീ ആലോചിച്ച് നോക്ക്. ജയിലിൽ നിന്ന് ചാടുന്നത് വരെ ഔസേപ്പച്ചനാണ് അത് ചെയ്തതെന്ന് ഒരു ഊഹം പോലും ഇല്ലായിരുന്നു എനിക്ക്. ആരും എന്നെ സഹായിക്കരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ കള്ളങ്ങളും പറഞ്ഞ് നിന്നെ എന്നിൽ നിന്ന് അകറ്റി നിർത്തി. പണം കൊടുത്ത് പോലീസിനെ സ്വാധീനിച്ചു. നിനക്കറിയാമോ, സെബാൻ കൊല്ലപ്പെട്ട രാത്രിയിൽ ഞാൻ വിജയോടൊപ്പം ഓറിയോൺ ഹോട്ടലിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അവൾക്കറിയാം സത്യം. അവളുടെ തന്തയ്ക്കും ആങ്ങളമാർക്കും അറിയാം. പോലീസിനറിയാം. പക്ഷേ തെളിവില്ല. ഹോട്ടലിൽ രജിസ്റ്ററിൽ ഞാൻ കള്ളപ്പേരാ കൊടുത്തിരുന്നത്. ഹോട്ടലുകാരെ വിജിയുടെ അപ്പൻ സ്വാധീനിച്ചു. നിർണായക സമയത്ത് എൻ്റെ കൂടെ നിൽക്കാൻ ഒരു പട്ടിക്കുറുക്കനും ഉണ്ടായില്ല. ഔസേപ്പച്ചൻ വളരെ സമർത്ഥമായിട്ടാണ് ഓരോ കളിയും കളിച്ചത്. കളിച്ച കളിയല്ല, അവൻ ജയിക്കുകയും ചെയ്തു. ഔസേപ്പച്ചനാണെന്ന് എങ്ങനെ അറിഞ്ഞു? ജയിലിൽ ചാടിയിട്ട് ഞാൻ അവൻ്റെ അടുത്ത് അഭയം തേടി ചെന്നത്. അവൻ പോലീസിന് എന്നെ ഒറ്റിക്കൊടുത്തു. പോലീസ് വന്നെങ്കിലും ഞാൻ രക്ഷപ്പെട്ടു. അപ്പോഴും ഞാൻ അവനെ സംശയിച്ചില്ല. പിന്നെ അവനെന്നെ ഒറ്റിയപ്പോൾ എനിക്ക് സംശയമായി. എന്നാലും സെബാനെ കൊന്നത് അവനാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇപ്പോഴെനിക്ക് തീർച്ചയായി. എന്തെങ്കിലും തെളിവ് കണ്ടു പിടിക്കണം. ഞാൻ 2 പേരെയാണ് സംശയിച്ചിരുന്നത്. വിജിയുടെ അപ്പം ദേവസിക്കുട്ടിയെ, റോസ്മേരിയുടെ ഭർത്താവ് മൈക്കിളിനെയും. അവരല്ലെന്ന് തീർച്ചയായി. ഔസേപ്പച്ചൻ നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഇപ്പോഴെല്ലാം ക്ലിയറായി. വേറൊരു കാര്യം നിനക്കറിയണോ? ഞാൻ ജയിലിൽ ചാടിയ ശേഷം പോലീസും ഗുണ്ടകളും അവന് കാവലാ. എനിക്ക് അവൻ്റെ നേരെ ഒളിഞ്ഞോ തെളിഞ്ഞോ അടുക്കാൻ പറ്റില്ല. അവൻ ആരെ പേടിച്ചാ കാവലിട്ടിരിക്കുന്നത്? എന്നെ. ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് അവന് പേടിയുണ്ട്. കാരണം തെറ്റ് ചെയ്തവനാണവൻ. ദൈവം പോലും പൊറുക്കാത്ത തെറ്റ്. ജയിലിൽ ചാടിയിട്ട് നീ വീട്ടിൽ പോയില്ലേ? എങ്ങനെ പോകും? പോലീസ് വീടിന് ചുറ്റും കറങ്ങുന്നുണ്ട്. ഫോൺ പോലും ടാപ്പ് ചെയ്യുന്നുണ്ടാവാം. സ്റ്റാൻസ്ലാവോസ് നിസ്സഹായതയോടെ അവനെ നോക്കിയിരുന്നു. സ്റ്റെനി, നീയൊന്ന് ഓർക്കണം. പോലീസുകാർ 4-5 തവണ ശല്യപ്പെടുത്തിയപ്പോൾ നിനക്ക് സഹിച്ചില്ല. അന്ന് അനുഭവിച്ച പേടി വേവലാതി നിനക്കിപ്പോഴും തീർന്നിട്ടില്ല. നിന്നെപ്പോലൊരു ചെറുപ്പക്കാരനാണ് ഞാനും. എനിക്ക് പുണ്യാളനൊന്നും ആകണ്ട. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടുകയില്ല. എന്നാലും ഞാനൊരു കൊലപാതകിയല്ലെന്ന് ലോകം അറിയണ്ടേ? എനിക്കത് തെളിയിക്കണ്ടേ? നീ അതെങ്ങനെ തെളിയിക്കും?
തെളിയിക്കണം. അവനെ കൊല്ലാനാണെങ്കിൽ എനിക്കത് സാധിക്കുമായിരുന്നു. അതുപോരാ, എനിക്ക് ജീവിക്കണം സ്റ്റെനി. നിരപരാധിയായിട്ട് ഒരു ദിവസമെങ്കിലും ഈ ലോകത്ത് എനിക്ക് ജീവിക്കണം. നോവൽ നാളെ